ഉൾപ്പെടെ കക്കയം ഡാം സൈറ്റിന് വെച്ച് അവിടെ വെച്ച് ആക്രമിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് എത്തി നിൽക്കുകയാണ്. മൃതദേഹം വിട്ടു നൽകില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സിനോജ് തോമസ് ഉണ്ട്. സിനോജ്, പോലീസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് മാറ്റി ബലം പ്രയോഗിച്ച് ആംബുലൻസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണോ? ബിനൽ, തീർച്ചയായും അങ്ങനെയാണ്. പോലീസ് കൂടുതൽ ഫോഴ്സ് എത്തി ആംബുലൻസ് മൃതദേഹം മോർച്ചറിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. അതിനിടയിൽ വലിയൊരു ചെറുത്തുനിൽപ്പ് കോൺഗ്രസ് നേതൃത്വം നടത്തുന്നു. കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും DCC പ്രസിഡന്റ് K പ്രേംകുമാറിന്റെ നേതൃത്വത്തിലുള്ള ആളുകളും അവിടുത്തെ കർഷക സംഘടനയുടെ നേതാക്കളുമാണ് ഈ ഭാഗത്തുള്ളത്. പോലീസ് എത്തി ഇവിടെ നിന്ന് പ്രതിഷേധക്കാരെ മാറ്റി ആംബുലൻസ് ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തിയപ്പോൾ വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റാൻ നോക്കുന്നു. പക്ഷേ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ മൃതദേഹം വിട്ടു നൽകില്ല. കളക്ടർ എത്തി കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുമെന്നൊരു ഉറപ്പ് രേഖാമൂലം നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ പോലീസ് പറയുന്നു മൃതദേഹം മോർച്ചറിലേക്ക് മാറ്റണം എന്ന് പോലീസ് ആവശ്യപ്പെടുന്നു. പക്ഷേ കളക്ടർ എത്താതെ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. 50 ലക്ഷം രൂപ ധനസഹായം നൽകണമെന്നും പറയുന്നു. DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസുമായി മെഡിക്കൽ കോളേജ് ACPയുമായി കയർത്ത് സംസാരിക്കുന്നതാണ് ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഈ പ്രതിഷേധക്കാരെ പിടിച്ച് തള്ളുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസുമായി പ്രവർത്തകർ കയർക്കുന്നതാണ് ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും DCC പ്രസിഡന്റ് K പ്രേംകുമാറും ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ മൃതദേഹം വഹിച്ചുകൊണ്ട് പോയ ആംബുലൻസ് ഈ കാഷ്വാലിറ്റിക്ക് മുന്നിൽ വെച്ച് തടഞ്ഞിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞ അതിന്റെ ഇടയ്ക്ക് വന്ന് കയറ്റ ആവശ്യമുണ്ടോ? എന്താ ഡ്രൈവറോട് ചോദിച്ചു വെറുതെ വിഷയം ഉണ്ടാക്കണ്ട. ശരി, ഒരുത്തനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ആ തൊടുന്ന പോലീസ് എന്നെ വീട്ടിൽ കളഞ്ഞു. ഒരു സംശയമില്ല. ഇയാളെ തള്ളി തള്ളിയിട്ടു അല്ല, നിങ്ങൾ എന്ത് ഇയാൾ തള്ളിയിട്ടെന്തിനാ? ആദ്യം ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നത്. നിങ്ങൾ വെറുതെ പോലീസ് അത് പറഞ്ഞാൽ പോരാ. പ്രസിഡന്റ് എന്താ പറഞ്ഞത്? ഇവിടെ ഇതിനെ കൊല്ലാൻ ഓർഡർ അത് ശരി. DCP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. കോഴിക്കോട് DCP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ കലക്ടർ ഇവിടെ എത്താതെ ഈ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടാതെ മൃതദേഹം വിട്ടു നൽകില്ല എന്ന് തന്നെയാണ് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധക്കാർ പറയുന്നത്. പോലീസ് ബലം പ്രയോഗിച്ച് ഈ ആംബുലൻസ് ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ കാര്യമായ രീതിയിൽ ചെറുത്തു നിൽക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ. അല്ല, അങ്ങനെ ചെയ്യരുത്. ഞാനൊന്നും പറഞ്ഞോ? If the collector should give the assurance, then you okay. Otherwise the people are living there. They are very much afraid there now. You just visit the place. കക്കയം മേഖലയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾക്ക് ഉൾപ്പെടെ പരിക്കേറ്റിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് കക്കയം, കൂരാച്ചുണ്ട്, മരുതോങ്കുള ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്കൂളുകൾക്കുൾപ്പെടെ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ പകൽ കൃഷിയിടത്തിൽ
കൊക്കോ പറിക്കുന്നതിനിടയിലാണ് കർഷകനായിട്ടുള്ള അബ്രാഹാമിന് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും കാഷ്വാലിറ്റിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അതിന്